മോളെ ഇന്നെന്താ പ്രശ്നം? ഈശ്വര, കാര്യങ്ങൾ അത്രടം വരെ എത്തിയോ? കീരിക്ക് പുറകെ ചെങ്കീരി എന്ന് പറഞ്ഞ പോലെ താനും ഇങ്ങെത്തിയോ? അല്ല ചിത്രഭാനു, അഡ്വക്കേറ്റ് ചിത്രഭാനു. അറിയാത്തോണ്ട് ചോദിക്കും. അറിയാത്തതല്ലേ ചോദിക്കൂ. പോയിന്റ്. ഇപ്രാവശ്യം ആരാരെയാ സംശയിച്ചത്? പറയേണ്ട അടുത്ത് ഞാൻ പറഞ്ഞോളാം. താൻ ടൂറിസ്റ്റ് ടാക്സിക്ക് കാശ് കൊടുക്കൂ. ഗണപതി എത്തി. എന്താ നിങ്ങളുടെ പുതിയ പ്രശ്നം? എത്തി. വിളിച്ചോ? വിളിച്ചുപോയി. ഇവരുടെ കാര്യത്തിൽ ദൈവത്തിന് വിളിക്കുന്നതിനേക്കാളും നല്ലത് തന്നെ വിളിക്കുന്നതാണല്ലോ. അതെന്താ അത്? ഈ ചിത്രഭാനുവിന് ഇത്തിരി ബുദ്ധി നൽകാൻ വിഘ്നേശ്വരന് മനസ്സുകൊണ്ടൊരു തേങ്ങ അടിച്ചതാ. നടക്കാത്ത കാര്യത്തിന് വെറുതെ ഇങ്ങനെ ഉടച്ചു തീർക്കണോ തേങ്ങ? എന്റെ മക്കളെ ഞാനും. നിന്നെ നിന്റെ മക്കളെ കണ്ട് എനിക്ക് അറിഞ്ഞൂടെ? ഒന്നിക്കറിയാ അല്ലെ പറയാ? എന്നെ സംശയ, തിരിഞ്ഞാലും മറിഞ്ഞാലും സംശയ. ഏട്ടനറിയോ, വീട്ടില് പാലും കൊണ്ടൊരാൾക്ക് വന്നൂടാ, പച്ചക്കറി കൊണ്ടൊരാൾക്ക് വന്നൂടാ, പത്രം കൊണ്ടൊരാൾക്ക് വന്നൂടാ. എന്നെ സംശയിച്ച് വീട്ടിലിരിക്കാം, ഒരു പണിക്ക് പോവില്ല. ഇവളെങ്ങനെ സംശയിക്കുന്നോന്ന് എനിക്ക് സംശയമില്ലാതില്ല. പക്ഷെ കാര്യം അതല്ല. ഒന്നിങ്ങോട്ട് മാറാമോ? സോറി. പട്ടാപ്പകല് പിടിച്ചു പറയും കൊലയും നടക്കുന്ന കാല. വിവിധ രൂപത്തിലും ഭാവത്തിലും സെയിൽസ്മാൻമാരായിട്ടും മറ്റു വേഷങ്ങളും വീട്ടിൽ വരുന്നവരെ ഉത്തരവാദിത്തമുള്ള ഒരു ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് അതാരാ വന്നതെന്ന് ചോദിച്ചു പോയി. ഉടനെ അവള് ധരിച്ച് അവളെ സംശയിച്ചിട്ടാണെന്ന്. പിന്നെ മക്കളെ കൂട്ടി കാറും എടുത്ത് ഒറ്റ പോക്കാ. അപ്പൂപ്പ ഇന്നിവിടെ വെച്ച് പിരിയുന്ന അവിടെ വെച്ച് അച്ഛനും അമ്മയും വാക്ക് പറഞ്ഞത്. എന്നിട്ട് പിരിഞ്ഞു അപ്പൂപ്പ? പിരിച്ചില്ല, ഒന്ന് ഒടിക്കാൻ തീരുമാനിച്ചു ഞാൻ. എന്നാ പെട്ടെന്ന് ഒടിക്കുന്നു. ഇവൻ വീട്ടിലും അങ്ങനെയാ, തമാശക്കാരനാ എന്നെ പോലെ. പെങ്ങളെ, ഏതെങ്കിലും ഒരു മുറിയുടെ ചാവി ഒന്ന് തരുമോ? ഏതെങ്കിലും ഒരു മുറിയുടെ ചാവിയോ? എന്താ ഹോട്ടലാ? അളിയനും രാധയ്ക്കവിടെ തന്നെ ഈ വീട്ടിലൊരു മുറിയില്ലേ? വിവാഹമോചനത്തിന്റെ വക്കീലെത്തി നിൽക്കുന്ന ഭർത്താവിന് ഭാര്യ വീട്ടിൽ എവിടെയാണ് അറിയാൻ മുറി? എങ്കിലും ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടം എന്നുടെ ആരാമത്തിൽ എന്ന ബാബുരാജ് ഈണം നൽകിയ ഒരു പാട്ടില്ലേ, അത് പിരിയുന്നതിന് മുമ്പ് ഭാര്യയെ ഞാൻ പാടി കേൾപ്പിക്കും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സാമിക്കും കേൾക്കാം. എനിക്ക് വിശന്നിട്ട് പാടില്ല. അളിയനോ ഇങ്ങനെ ഒരുത്തൻ, നിനക്കെങ്കിലും ഒരു പൊടിക്കൊന്ന് വിട്ടുകൊടുത്തൂടെ? തന്തയും തള്ള ഇങ്ങനെ സംശയിച്ചും തമ്മിത്തല്ലിയും കഴിയണ വീട്ടിൽ വളരുന്ന കുട്ടികളെ ചീത്താവൻ എളുപ്പാ. അത് മറക്കണ്ട.